ശ്രീ തൗഫീഖ്, ഏറ്റവും ഒടുവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വന്നത് എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമം അതായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ കോടതി അത് തള്ളിക്കളഞ്ഞ പശ്ചാത്തലത്തിൽ ഇനി പഴയ പ്രോസ്പെക്ടസ് പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും, അത് ഉടനെ പ്രസിദ്ധീകരിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള സതുദ്ദേശത്തോടെയുള്ള ഒരു നീക്കം, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു നീക്കം പാളിപ്പോയി എന്ന് മാത്രമാണോ ഈ വിഷയത്തെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുക? അഭിലാഷ, സത്യം പറഞ്ഞാൽ കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുകയല്ലേ ഈ സർക്കാർ ചെയ്തത് എന്ന് ആമുഖമായി തന്നെ ചോദിച്ചു പോവുകയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഒരു മുൻകരുതൽ എടുക്കാത്തതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. സത്യത്തിൽ ഈ പരീക്ഷ മൂലം കുട്ടികളുടെ ഭാവി ഒന്നാകെ അവതാളത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളടക്കം ഇക്കാര്യത്തിൽ അങ്ങ് പരിശോധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് സാധാരണഗതിയിൽ 1:1:1, അതായത് 3 സബ്ജക്റ്റുകൾ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇത് സാധാരണഗതിയിൽ സ്വീകരിച്ചിരുന്നത് സാധാരണഗതിയിൽ സ്വീകരിച്ചിരുന്നത് 1:1:1 എന്നുള്ള അനുപാതത്തിലാണ്. അതെ, ഇപ്പോൾ അത് മാറ്റി 5:3:2 എന്ന അനുപാതത്തിലേക്ക് മാറ്റി. ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നം ഈ കാര്യത്തെ കുറിച്ച് ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇത് എപ്പോഴാണ് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുന്നത്? റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഈ പറയുന്ന പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത്. ഇവിടെയാണ് നിയമവിരുദ്ധവും നീതീകരിക്കാനാവാത്തതുമായ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നത്. അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇത്തരം വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ സാധാരണഗതിയിൽ ഒരു മുൻകരുതൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു പഠനം കൃത്യമായി നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിൽ 1 വർഷം മുൻപെങ്കിലും കൃത്യമായ പഠനം നടത്തി ഇത് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നോ സർക്കാരിന്? ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. കാര്യങ്ങൾ ഇത്രയും വൈകിപ്പിച്ചത് വിദ്യാർത്ഥികളെ ഇതര സംസ്ഥാന പ്രൊഫഷണൽ കോളേജുകളിൽ എത്തിക്കാൻ വേണ്ടിയും ഇതര സംസ്ഥാന വിദ്യാഭ്യാസ ലോബിയെ സഹായിക്കാൻ വേണ്ടിയുമാണോ എന്ന് ഈ ഘട്ടത്തിൽ സംശയിച്ചു പോവുകയാണ്. ഈ സർക്കാർ ഗവർണറുമായി പോരടിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്. ഗവർണറും ഗവൺമെന്റും തമ്മിൽ പോരടിക്കാൻ ഒട്ടും മടി കാണിക്കുന്നില്ല. മറിച്ച് ഈ വിദ്യാർത്ഥികളുടെ ഭാവി ഇനി എവിടെ എത്തി നിൽക്കും എന്നുള്ളത് വലിയ ആശങ്കയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അല്ല, അവിടെ തൗഫീഖ്, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇത് സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് ഈ റാങ്ക് ലിസ്റ്റ് പട്ടിക തയ്യാറാക്കുക, അതുകൊണ്ട് വലിയ കാലതാമസം ഉണ്ടാകില്ല, ഇന്ന് തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സാങ്കേതികമായി അതിന് എത്രത്തോളം സമയമെടുക്കുമെന്ന് എനിക്കും അറിവില്ല. പക്ഷേ അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയണമെങ്കിൽ ഉടൻ തന്നെ ആ പട്ടിക പുറത്തിറങ്ങും എന്നല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? എന്റെ അഭിലാഷ, ഒരു ചെസ് കളിക്ക് ശേഷം, ചെസ് കളി പൂർത്തിയായി അതിന്റെ വിജയെ പ്രഖ്യാപിച്ച ശേഷം അതിന്റെ സ്റ്റാറ്റസ് കോ, അതിന്റെ നിയമാവലിയിൽ മാറ്റം വരുത്തിയാൽ എങ്ങനെയിരിക്കും? ആ അവസ്ഥ ഇപ്പൊ സംസ്ഥാന സർക്കാർ കീമിന്റെ കാര്യത്തിൽ ഈ കുട്ടികളോട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്കും CBSE വിദ്യാർത്ഥികൾക്കും ICSE വിദ്യാർത്ഥികളും എല്ലാവരെയും നിരാശയിലാക്കി അവരുടെ പ്രവേശനമടക്കം ഒന്നാകെ ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യമല്ലേ നിലവിലുള്ളത്? അത് എന്തുകൊണ്ട് ഈ സർക്കാർ സ്വീകരിക്കുന്നില്ല? ഇവിടെ അങ്ങ് കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരളത്തിലെ വർത്തമാന പത്രങ്ങൾ അടക്കം ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് എത്ര നാൾ ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ, മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഈ ഫയൽ കുരുങ്ങിക്കിടന്നു? എന്തുകൊണ്ട് കൃത്യമായ ഒരു തീരുമാനം സമയബന്ധിതമായി സ്വീകരിച്ചില്ല? എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചു, അവർ ശുപാർശകൾ നൽകി, അതൊക്കെ അംഗീകരിക്കാം. പക്ഷേ ഇത് എത്ര നാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചുവപ്പ് നാടയിൽ ഇത് കുരുങ്ങിക്കിടന്നു? എന്തുകൊണ്ട് ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിച്ചില്ല? ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടി 1 വർഷം മുൻപെങ്കിലും ഇക്കാര്യം ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്ര ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകുമായിരുന്നില്ല. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഉണ്ടായ തിരിച്ചടി അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ വരും വർഷങ്ങളിൽ ഇത്തരത്തിലൊരു ഫോർമുല, അതായത് പുതിയ പ്രോസ്പെക്ടസ് പ്രകാരമുള്ള ഒരു ഫോർമുലയുമായി മുന്നോട്ട് പോകുമോ എന്ന ചോദ്യത്തിന് മന്ത്രി പറഞ്ഞത് അത് അടുത്ത വർഷത്തെ കാര്യമല്ലേ, അതിപ്പോഴേ എങ്ങനെ പറയും എന്നുള്ളതാണ്. വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അടുത്ത വർഷം എന്ന് പറയുമ്പോൾ അതിൽ മുൻകൂട്ടി കാര്യങ്ങൾ കാണേണ്ടതല്ലേ? അപ്പോഴും അവർ പറയുന്നത് അടുത്ത വർഷം പരീക്ഷ നടക്കേണ്ട സമയമാകേണ്ടതില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെല്ലെപ്പോക്കോ അല്ലെങ്കിൽ വേണ്ടത്ര ഗൗരവമോ ഇത്തരം വിഷയങ്ങളിലില്ല എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും അഭിലാഷ്, ഞാൻ മുൻപ് സൂചിപ്പിച്ച
സൂചിപ്പിച്ചല്ലോ, ഈ സർക്കാരിന് ഗവർണറുമായി പോരടിക്കാനാണ് സമയം. ഈ സർക്കാരിന് ഗവർണറുമായി ഏറ്റുമുട്ടാനാണ് സമയം. ഞാൻ വളരെ കൃത്യമായി KSU അടക്കം നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കേരള സർവകലാശാലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്. ഈ ഗവൺമെന്റ് പോലും സത്യത്തിൽ ഈ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ബാധിക്കുന്നത്. ഈ സർക്കാർ അവർ പോരടിക്കാൻ പോകുമ്പോൾ ഇത്തരത്തിൽ കീമിന്റെ വിഷയം ഉണ്ടാകുന്നു. കീമിന്റെ പ്രവേശന നടപടികളുമായി ബന്ധപ്പെട്ട് ഇത് ഒരുപക്ഷെ അഭിലാഷ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി നിലനിൽക്കുക. അതായത് ഈ ദേശീയ തലത്തിൽ ഇതിന്റെ അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിൽ AICT നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം പാലിച്ച് എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ പൂർത്തിയാക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രമാണ്. ഓഗസ്റ്റ് 14 സമയം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിന് ചിലപ്പോഴെങ്കിലും AICT ഇത് നീട്ടി വെക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ പുതിയ പട്ടിക തയ്യാറാകുന്നത് തന്നെ AICTയുടെ സമയക്രമം പാലിക്കണമെന്നതുകൊണ്ടാണ് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറയുന്നത്. അവിടെയാണ് അഭിലാഷെ പ്രശ്നം നിലനിൽക്കുന്നത്. ഈ സർക്കാരിനെ എല്ലാം നിസാരവൽക്കരിക്കാനുള്ള വ്യഗ്രതയാണ് ഈ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇതുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിനകത്ത് വലിയ രീതിയിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ കേരളത്തിൽ നിന്ന് +2 ശേഷം 42% വിദ്യാർത്ഥികളാണ് അന്യ സംസ്ഥാനത്തേക്ക് ഉപരിപഠനത്തിനായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് ഈ സർക്കാർ പിന്മാറിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി മുന്നിൽ കണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിലകൊള്ളാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ സർക്കാർ ആദ്യമായി തന്നെ മുൻഗണന നൽകേണ്ടത്.